അപ്പോൾ ഇന്നത്തെ റെസിപ്പി നല്ല അടിപൊളിയായിട്ട് നമ്മൾ പുറത്തുനിന്നൊക്കെ കഴിക്കുന്ന റെസ്റ്റോറൻറ്റ് സ്റ്റൈലിലുള്ളൊരു ഫ്രൈഡ് റൈസാണ്. നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള റെസിപ്പിയാണ് കേട്ടോ. അപ്പം നോക്കാം. ഇതിന് വേണ്ടിയിട്ട് ആദ്യം ചെയ്യേണ്ടത് റൈസ് ഒന്ന് വേവിച്ച് വെക്കുക എന്നുള്ളതാണ്. ഒരു 3/4 വേവ് എന്ന രീതിയിൽ, ഒരു 75% എന്ന രീതിയിൽ മാത്രം വേവിച്ചെടുത്താൽ മതി. ഇതിപ്പോൾ വാർത്തെടുത്തിട്ടുള്ളതാണ് കേട്ടോ, വറ്റിച്ചെടുത്തതല്ല. അതുപോലെ നല്ലോണം ചൂടാറുകയും വേണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ആദ്യം തന്നെ റൈസ് വേവിച്ച് വെക്കുക എന്നുള്ളത്. അപ്പോൾ നല്ലോണം ചൂടാറണം കേട്ടോ. അപ്പോൾ ഞാൻ 1/2 കിലോ റൈസിൻ്റെതാണ് കാണിക്കുന്നത്. ഇനി നമുക്ക് ഒരു പാത്രം നന്നായിട്ടൊന്ന് ചൂടാകുമ്പോൾ ഇതിലോട്ട് കുറച്ച് എണ്ണ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഒരു പരന്ന പാത്രം തന്നെ എടുക്കാം കേട്ടോ. അപ്പോൾ എണ്ണ നല്ല ചൂടായിട്ടുണ്ട്. ഇതിലോട്ട് ഒരു ചെറിയ വെളുത്തുള്ളി ഫുള്ളായിട്ട് എടുത്തിട്ടുണ്ട്. തൊലിയൊക്കെ കളഞ്ഞ് ക്രഷ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം. ഒരു ചെറിയ വെളുത്തുള്ളിയാണ് കേട്ടോ ഫുള്ളായിട്ട് എടുത്തിട്ടുള്ളത്. പിന്നെ ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത് സ്പ്രിംഗ് ഓണിയൻ്റെ ലീഫ് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഈ ഒരു ഓണിയൻ മാത്രം ഓൾമോസ്റ്റ് 1/4 കപ്പിൻ്റെ അടുത്ത് എടുത്തിട്ടുണ്ട്. അതുപോലെ ഒരു സവാള അരിഞ്ഞതും കൂടെ ഒന്നിച്ച് ഇട്ട് കൊടുക്കാം. പിന്നെ നിങ്ങൾക്ക് ഇതേപോലെ നൂഡിൽസും ചെയ്യാം കേട്ടോ. ആ ഒരു രീതിയിൽ തന്നെ 3/4 വേവ് എന്ന രീതിയിൽ വേവിച്ചെടുത്ത് ചെയ്താൽ മതി. ഇതിപ്പോൾ ഞാൻ ചെറുതായിട്ടൊന്ന് വഴറ്റി കൊടുത്തിട്ടുണ്ട്. നല്ലോണം വഴറ്റിയെടുക്കാം കേട്ടോ. ഇനി ഇതിലോട്ട് നമുക്ക് വെജിറ്റബിൾസ് ചേർത്ത് കൊടുക്കാം. ഒരു മീഡിയം സൈസിലുള്ള ഒരു ക്യാരറ്റ് നീളത്തിലരിഞ്ഞത്, അതുപോലെ ഒരു ചെറിയ ക്യാപ്സിക്കം നീളത്തിലരിഞ്ഞത്, പിന്നെ കുറച്ച് ക്യാബേജ് അരിഞ്ഞത്. ഓൾമോസ്റ്റ് 1/2 കപ്പിൻ്റെ അടുത്ത് എടുത്തിട്ടുണ്ട് ക്യാബേജ്. 1/2 കപ്പ് നിറച്ചെടുത്തിട്ടില്ല കേട്ടോ. അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടുകയോ കുറക്കുകയോ ഒക്കെ ചെയ്യാം. അപ്പോൾ ഇതൊക്കെ ഒന്നിച്ച് തന്നെ ചേർത്ത് കൊടുത്തിട്ട് ഇതൊന്ന് വഴറ്റി കൊടുക്കുക. ഈ ഒരു വെജിറ്റബിൾസൊക്കെ ഒന്ന് വെന്ത് കിട്ടണം. ഇതിപ്പോൾ ഇത്ര മതി. ഇതിലോട്ട് ഞാൻ കുറച്ച് സ്പ്രിംഗ് ഓണിയൻ്റെ ലീഫ് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കുറച്ചൊന്ന് ഇട്ട് കൊടുക്കുക, ഒരു 3 ടേബിൾ സ്പൂണോളം. എന്നിട്ട് ഒന്നും കൂടെ മിക്സ് ചെയ്തെടുക്കുക. പിന്നെ ചിക്കൻ വേണമെങ്കിൽ ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തിട്ട് ചെറുതായിട്ടൊന്ന് അരിഞ്ഞിട്ട് ഉപ്പും കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് ഒന്ന് ഫ്രൈ ചെയ്തിട്ട് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത്രയും മതി. ഇനി ഇതിലോട്ട് സോസ് ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ സോയാ സോസ് ആദ്യം ചേർത്തിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഈ ഒരു സോസിൻ്റെ ഒരു പച്ചപ്പ് മാറാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് ഇതുപോലെ ഒന്ന് വഴറ്റി കൊടുത്തിട്ട് ഇതിലോട്ട് 1 ടേബിൾ സ്പൂണ് റെഡ് ചില്ലി സോസാണ് കേട്ടോ ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ഏറ്റവും നല്ലത് ഗ്രീൻ ചില്ലി സോസാണ്. അപ്പോൾ ഗ്രീൻ ചില്ലി സോസ് എൻ്റെ കയ്യിലില്ലാത്ത കൊണ്ട് 1 ടേബിൾ സ്പൂണ് റെഡ് ചില്ലി സോസ് ചേർത്തിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇതും ഒന്ന് ജസ്റ്റ് ഒന്ന് വഴറ്റി കൊടുത്തിട്ട് ഇതിലോട്ട് ബാക്കി കാര്യങ്ങൾ ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു 4 പച്ചമുളകും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ, അത് പറയാൻ വിട്ടുപോയി. അപ്പോൾ ഇത്രയും മതിന് ഇതിലോട്ട് 2 മുട്ട ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഓൾറെഡി മുട്ട സ്ക്രാമ്പിൾ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഉപ്പും കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് ജസ്റ്റ് ഒന്ന് ചിക്കിയെടുത്ത് ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇതിലോട്ട് ഉപ്പ് ചേർത്തിട്ടില്ല. അപ്പോൾ നമ്മൾ ചേർത്ത് കൊടുത്ത സോസിലൊക്കെ ഉപ്പുണ്ട്, അതിനനുസരിച്ച് ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ ഓൾറെഡി റൈസിൽ ഉപ്പ് ചേർത്തിട്ടാണ് വേവിച്ചെടുത്തത്. ഇതിപ്പോൾ ഇത്രയും അതിനതിലോട്ട് നമ്മൾ വേവിച്ച് വെച്ച ഈ ഒരു റൈസ് ഒന്നിച്ചിട്ട് കൊടുക്കേണ്ടതല്ല കേട്ടോ, കുറേശ്ശേ ഇട്ട് കൊടുത്തിട്ടാണ് മിക്സ് ചെയ്തെടുക്കേണ്ടത്. ശരിക്കും ഫ്രൈഡ് റൈസ് ചെയ്യേണ്ടത് ഇങ്ങനെയാണ് കേട്ടോ, കുറേശ്ശേ ഇട്ട് കൊടുക്കുക. എന്നിട്ട് നല്ലോണം ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് നല്ലോണം ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക, ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്ന രീതിയിൽ ഒന്ന് നന്നായിട്ട് തന്നെ ഒന്ന് വഴറ്റി കൊടുക്കുക. എന്നിട്ട് വീണ്ടും കുറേശ്ശേ ചേർത്തിട്ട് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഈ ഒരു രീതിയിലാണ് കേട്ടോ ചെയ്യേണ്ടത്. ഇപ്പം ഞാൻ മൊത്തത്തിൽ എല്ലാ റൈസും നമ്മളെടുത്ത് വെച്ച റൈസ് മൊത്തത്തിൽ ഇട്ട് കൊടുത്തിട്ട് പറഞ്ഞ രീതിയിൽ തന്നെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പം ഇങ്ങനെയാണ് കേട്ടോ ശരിക്കും നമ്മൾ പുറത്തുനിന്നൊക്കെ കഴിക്കുന്ന ആ ഒരു ടേസ്റ്റ് കിട്ടണമെങ്കിൽ ഈ ഒരു രീതിയിൽ ചെയ്യുക. അപ്പം ഇങ്ങനെ നമ്മൾ ചെയ്യുമ്പോൾ കംപ്ലീറ്റ് വേവുകയും ചെയ്യും. ഓൾറെഡി 3/4 വേവായിരുന്നല്ലോ വേവിച്ചിട്ടുണ്ടായിരുന്നത്. അതുപോലെ നല്ലോണം വേവിച്ചെടുത്ത് ചെയ്യുമ്പോൾ കുഴഞ്ഞ് വരുന്ന പരുവത്തിലാകും. അപ്പോൾ ശരിക്കും നമുക്ക് ആ ഒരു ടേസ്റ്റ് കിട്ടണമെങ്കിൽ ഈ ഒരു രീതിയിൽ ചെയ്യുക. ഇനി ഇതിലോട്ട് 1 ടീസ്പൂണ് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. അതുപോലെ കുറച്ച് സ്പ്രിംഗ് ഓണിയൻ്റെ ലീഫും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ ഇത് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും മതി. അപ്പോൾ നമുക്കിനി ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ നല്ല അടിപൊളിയായിട്ടുള്ള ഫ്രൈഡ് റൈസാണ്. അപ്പോൾ ഇങ്ങനെ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ. ഇനി ഇതുപോലെ നല്ല റെസിപ്പിയുമായിട്ട് മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു.